ഇതിന് 250-ൽ കൂടുതൽ കുട്ടികളുണ്ട്. നമുക്ക് കുറച്ച് പേരെ പരിചയപ്പെടാം. ഇവർ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് എത്താനുള്ള സാഹചര്യം നമ്മുടെ കോളേജിലുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ട്. കാളിച്ചാട്ടിപ്പൊളി. ഇവര് ഞങ്ങളുടെ കൂടെ നിന്ന് മലയാളം പഠിച്ച് അനീറ്റ കഴിച്ചോ? കഴിച്ചു. മലയാളം തന്നെ പറഞ്ഞു. ഈ അടിപൊളി വർക്ക് ചെയ്തവരുടെ ഇപ്പോൾ നമുക്ക് ചോദിക്കാം. സാറേ, ഇപ്പം ബാംഗ്ലൂർ ഒരുപാട് കോളേജ് ഉണ്ട്. നമ്മുടെ കോളേജിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? സയൻസ് മാത്രം പഠിക്കുന്ന കുട്ടികൾക്ക് ഈ നേഴ്സ് ആവാൻ പറ്റത്തുള്ളൂ? നമ്മുടെ ഒരു പ്രത്യേകത നമുക്ക് സ്വന്തമായിട്ട് 100 ബെഡ് ഹോസ്പിറ്റൽ ഉണ്ട്. സാറേ, അപ്പൊ കുട്ടികൾക്ക് ഈ ഫുഡിന്റെ കാര്യത്തെ എങ്ങനെയാ? മലയാളികളായിട്ടുള്ള കുക്കുമാരാണ് ഇപ്പൊ അവിടെ കുക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ആകുന്നത്. സന്തോഷമായിട്ട് ആ കാണുന്ന മെട്രോ സ്റ്റേഷനല്ലേ? അത് തന്നെ, അതിന്റെ തൊട്ടടുത്ത നമ്മുടെ കോളേജ് 50 മീറ്റർ പോലും ഇല്ല. അപ്പൊ അവരോട് തന്നെ ചോദിക്കാം, ഹാപ്പി അല്ലേ? സന്തോഷേട്ടാ, നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ എവിടെയാണ്? നമ്മളിപ്പോ ബാംഗ്ലൂരാണ് നിൽക്കുന്നത്. വന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നേഴ്സുമാരെന്ന് പറഞ്ഞാൽ മാലാകമാരാണ്. അപ്പൊ ശരിക്കും നമ്മുടെ നാട്ടിലുള്ള അച്ഛനമ്മമാരൊക്കെ എന്ന് പറഞ്ഞാൽ പേടിയാണ് മറ്റു സ്ഥലത്ത് പോയി പഠിപ്പിക്കാൻ. അപ്പൊ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പേടിയില്ലാതെ ഇവിടെ വന്ന് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി കുട്ടികളെ ഈ വീഡിയോ കണ്ട എല്ലാ ടെൻഷനും മാറും. തീർച്ചയായിട്ടും വീഡിയോ കാണാതിരിക്കരുത്. നമുക്ക് ഡയറക്ടറെയും ടീച്ചർമാരെയും എല്ലാവരും കാണാം. നമുക്കിതിന്റെ പ്രധാനപ്പെട്ട ആളെ കാണാം. നമസ്കാരം സാറേ. പേര്? എന്റെ പേര് ഷൈൻ. സ്ഥലം എവിടായിരുന്നു? പത്തനംതിട്ട ജില്ലയിൽ അടൂര്. സാറേ, ഞങ്ങൾ ബാംഗ്ലൂർ വന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ അച്ഛനമ്മമാർക്കൊക്കെ ആണെങ്കിൽ നേരിട്ട് ഈ കോളേജിൽ വന്നിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് നേരിട്ട് നമ്മുടെ കോളേജിൽ വരികയും അതോടൊപ്പം തന്നെ കോളേജിന്റെ ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യുകയും ലാബ്സ് ആണെങ്കിലും ക്ലാസ് റൂം ആണെങ്കിലും സ്റ്റുഡൻസിന്റെ നിലവാരമാണെങ്കിലും ഫുഡ് ആണെങ്കിലും അക്കോമഡേഷൻ ആണെങ്കിലും നേരിട്ട് കണ്ട് അവർക്ക് വന്ന് അഡ്മിഷൻ എടുക്കാനുള്ള സാഹചര്യം നമ്മുടെ കോളേജിൽ തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് എന്തുമായാലും നേരിട്ട് ഇതെല്ലാം ഒന്ന് കാണുകയും ചെയ്യാം. സാറേ, ഇപ്പം ബാംഗ്ലൂർ ഒരുപാട് കോളേജ് ഉണ്ട്. നമ്മുടെ കോളേജിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? സാറേ, മറ്റ് കോളേജിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആക്സസിബിലിറ്റി ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടൊരു കാര്യമാണ്. ഒന്നാമത്തെ പ്രത്യേകത ഇവിടെ വന്നു പോകുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. മെട്രോയുടെ സൗകര്യങ്ങളുണ്ട്, എയർപോർട്ടുകളുണ്ട്. അതുകൂടാതെ ഇത് സിറ്റിയുടെ നടുക്കുള്ളൊരു സ്ഥാപനമാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. രണ്ടാമത്തുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ഫെസിലിറ്റീസ് നമുക്ക് ഫണ്ടമെൻ്റൽ ലാബ്സ് ആണെങ്കിലും ന്യൂട്രീഷൻ ലാബ്സ് ആണെങ്കിലും അനാട്ടമി ലാബ്സ് ആണെങ്കിലും ലൈബ്രറി ഫെസിലിറ്റീസ് ആണെങ്കിലും എനിക്കൊന്ന് 2000-2000-ലധികം പുസ്തകങ്ങൾ മേളിൽ നമുക്കിപ്പോൾ നിലവിൽ നമ്മുടെ ലൈബ്രറിയിലുണ്ട്. പ്ലസ് ജേർണൽസ്, അതിന് വേണ്ടുന്ന കാര്യങ്ങളും ഫെസിലിറ്റീസും എല്ലാം നമ്മുടെ കോളേജിലുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് നേരിട്ട് കണ്ട് കാര്യങ്ങൾ പഠിക്കുവാനുള്ള എയ്ഡ്സ് അല്ലാതെ അതുപോലെ തന്നെ പ്രൊജക്ടർ വെച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഇങ്ങനെയുള്ള ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കോളേജിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രത്യേകത നിന്ന് പലതരത്തിലുള്ള ലാബുകൾ ഇവിടെ ഉണ്ട്. ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ ഈ ഫൗണ്ടേഷൻ ലാബ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നേഴ്സിംഗ് പഠിക്കാൻ വരുന്ന കുട്ടികളെ തന്നെ സ്റ്റാർട്ടിങ് തന്നെ ഓരോ കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് അവരെ പഠിപ്പിക്കുകയും അതിന് വേണ്ടുന്ന ട്രെയിനിങ് അവർക്ക് കൊടുക്കുകയും ഇപ്പം നമ്മൾ പെട്ടെന്ന് ആദ്യമേ വന്ന് രോഗികളെ അങ്ങ് ഡയറക്റ്റ് ഇഞ്ചക്ഷനോ കാര്യങ്ങളോ അല്ല എടുക്കുന്നത്. അതിന് ഞങ്ങൾക്ക് പ്രത്യേകമായ മാനിക്യൂൻസും അതിനുള്ള ഫെസിലിറ്റീസും അപ്പം അതിലവർ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്ത് പഠിച്ചതിന് ശേഷം അവരെ ഒരു 6 മാസം ശേഷം വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വിടുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് സ്വന്തമായിട്ട് 100 ബെഡ് ഹോസ്പിറ്റലുണ്ട്. സിറ്റി ഹോസ്പിറ്റലാണ് അതിൻ്റെ പേര്. അപ്പം അവിടെ നമ്മൾ പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ ട്രെയിനിങ് നമുക്ക് കിട്ടും. 100 ബെഡ് ഹോസ്പിറ്റൽ അതുണ്ട്. അതുകൂടാതെ ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള പല ഹോസ്പിറ്റൽസിലും ഞങ്ങൾ നമ്മുടെ കുട്ടികളെ ട്രെയിനിങ്ങിന് വിടുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ വിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അപ്പോളോ വിടുന്നുണ്ട്, മെഡൻഡ വിടുന്നുണ്ട്, അതുപോലെ തന്നെ മാക്സ് ഹെൽത്ത് ഉണ്ട്. അങ്ങനെ ഈ ഓരോ പോസ്റ്റിംഗ് ഏത് തരത്തിൽ വരുന്നുണ്ടോ അതനുസരിച്ചുള്ള ഹോസ്പിറ്റൽസിലാണ് നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്ത് കാര്യങ്ങൾ. അതുപോലെ വിദേശത്തും ഒക്കെ നമ്മുടെ ഈ നഴ്സിംഗ് പഠിച്ചവർക്ക് സാധ്യത എങ്ങനെയൊക്കെയുണ്ട്? സാറേ, ഈ IELTS, OET, ജർമ്മൻ ലാംഗ്വേജസ് ഇങ്ങനെയുള്ള ലാംഗ്വേജസ് ഒക്കെ പിള്ളേർ പഠിക്കുകയാണ്. അതപ്പോൾ ഞങ്ങളുടെ കോളേജിൻ്റെ പ്രത്യേകത ഇപ്പോൾ പിള്ളേർക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് അത് താല്പര്യമാണെന്നുള്ള അതിനുള്ള ഫെസിലിറ്റീസ് നമ്മൾ കോളേജിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു പുതിയ ടെൻഡൻസി ജർമ്മൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ പിള്ളേർ ജർമ്മൻ പഠിക്കുകയാണ് കാര്യങ്ങളാവുകയാണെങ്കിൽ അതനുസരിച്ചുള്ള പിള്ളേർക്ക് എഡ്യൂക്കേഷനും കാര്യങ്ങളും അവിടെ കിട്ടുകയും ഇവർ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് എത്താനുള്ള സാഹചര്യം നമ്മുടെ കോളേജിലുണ്ട്. സയൻസ് മാത്രം പഠിക്കുന്ന കുട്ടികൾക്ക് ഈ നേഴ്സ് ആവാൻ പറ്റത്തുള്ളൂ? സാറേ, അത് സാർ ചോദിച്ച നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഇന്നും പല മാതാപിതാക്കൾക്കും ആശങ്കയുണ്ട്. കാര്യം പലർക്കും ഈ 10ാം ക്ലാസ്സിലാണ് ഇവരെ വഴിതിരിച്ചു വിടേണ്ട ഒരു കാര്യങ്ങൾ. അപ്പോൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2ലേക്ക് പോകുമ്പോൾ നോർമലായിട്ട് സയൻസ് ഗ്രൂപ്പ് പഠിച്ചവർക്ക് മാത്രമേ BSc നഴ്സിംഗ് പഠിച്ചു എന്ന് പോകാമെന്നൊരു ചിന്താഗതി നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ നമുക്ക് അത് തീർച്ചയായിട്ടും ശരിയാണ്. BSc നഴ്സിംഗ് സയൻസ് ഗ്രൂപ്പ് പഠിച്ചവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് 45% മാർക്കുണ്ടെങ്കിൽ നമ്മുടെ കോളേജ് വരുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്. അപ്പം അതിൻ്റെ അണ്ടറിൽ നമുക്ക് കാര്യങ്ങളാക്കി പഠിക്കാൻ നോക്കും. പക്ഷേ
ഒരു കുട്ടി ഇപ്പോൾ സയൻസ് ഗ്രൂപ്പ് പഠിച്ചില്ലെങ്കിൽ പോലും അവർക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് GNM എന്നുള്ള ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് എന്ന് പറഞ്ഞ 3 വർഷത്തെ കോഴ്സ് ഉണ്ട്. അപ്പം ആ കോഴ്സ് ഇവർ 3 വർഷത്തെ കോഴ്സ് എടുത്തിട്ട് 2 വർഷം അവർക്ക് അപ്ഗ്രേഡായി പോസ്റ്റ് ബേസ് ചെയ്ത് ഇതേപോലെ തന്നെ BSc നഴ്സിംഗിലേക്ക് കടന്നു പോകുന്ന സാഹചര്യം നമുക്കുണ്ട്. നമ്മുടെ കോളേജിന്റെ പേരെന്ത് വരുന്നത്? നമ്മുടെ കോളേജിന്റെ പേര് സെക്രട്ടേറിയറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സെക്രട്ടേറിയറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ്. സ്ഥലം ബാംഗ്ലൂർ നാഗസാന്ദ്ര മെട്രോ സ്റ്റേഷന് തൊട്ടടുത്ത് ഒരു 50 മീറ്റർ മാത്രമേ ഉള്ളൂ നാഗസാന്ദ്ര മെട്രോ സ്റ്റേഷനിലുള്ളത്. നാഗസാന്ദ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. സാറേ, അപ്പൊ കുട്ടികൾക്ക് ഈ ഫുഡിന്റെ കാര്യത്തിൽ എങ്ങനെയാ? സാറേ, നമുക്ക് ഇവിടെ ഓൺ കിച്ചൺ ഉണ്ട്. അപ്പം മലയാളികളായിട്ടുള്ള കുക്കുമാരാണ് ഇപ്പോൾ അവിടെ കുക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ആകുന്നത്. അതുകൊണ്ട് മലയാള ഭക്ഷണവും ഉണ്ട്, അതുപോലെ കർണാടകയും ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങളും ഉണ്ട്. കാരണം നമ്മുടെ കോളേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അപ്പം നമുക്ക് മേഘാലയ, മണിപ്പൂർ, ത്രിപുര, അരുണാചൽ പ്രദേശ്, ഇങ്ങനെ പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, വെസ്റ്റ് ബംഗാൾ, അതോടൊപ്പം തന്നെ കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഇങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ കോളേജിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അഭിരുചി അനുസരിച്ചുള്ള ഭക്ഷണ രീതികളോട് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ കുട്ടികൾക്കാണെങ്കിൽ ഡാൽ കറിയും ചപ്പാത്തിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം സൗത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ സാമ്പാർ, തോരന്, ആ രീതിയിൽ. അപ്പം അത് മാത്രമല്ല, ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ നോൺ വെജ് ഉണ്ട്, ബാക്കിയുള്ള ദിവസങ്ങളിൽ മുട്ട നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ഭക്ഷണങ്ങളും ഫെസിലിറ്റീസും നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് പ്രിൻസിപ്പാളെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം സാറേ. നമസ്കാരം. പേര്? എൻ്റെ പേര് മുതലിയപ്പനാണ്. സ്ഥലം? ഞാൻ കമ്മിങ് ഫ്രം തമിഴ്നാട്. സാർ മലയാളം നന്നായിട്ട് സംസാരിക്കുന്നു. മറ്റു ഭാഷകളൊക്കെയോ? മറ്റേ കന്നഡ അറിയാം, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, എല്ലാ ഭാഷ അറിയാം സാർ. ഇവിടെ എന്തൊക്കെ കോഴ്സുകളാണ് ഉള്ളത്? ഇവിടെ BSc നഴ്സിംഗ് ഉണ്ട്, GNM ഉണ്ട്, MS നഴ്സിംഗ് ഉണ്ട്. നമുക്ക് ഏറ്റവും ഒരു 20 വർഷം നഴ്സിംഗിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിന് 250-ൽ കൂടുതൽ കുട്ടികളുണ്ട്. നമുക്ക് കുറച്ച് പേരെ പരിചയപ്പെടാം. മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗത്തുണ്ട്. നമുക്ക് ഓരോരുത്തരെ ചോദിക്കാം. നെയിം? ഇപ്സിയ. സ്ഥലം? തൃശ്ശൂർ. തൃശ്ശൂർ. റാസിയ, കന്യാകുമാരി. പൂജ, ചിക്മംഗ്ലൂർ. എൻ്റെ പേര് അലൻ, ഞാൻ കണ്ണൂരാണ്. ഓക്കെ. മൈ നെയിം ഈസ് ധ്രുവനിൽ സർക്കാർ, ഐ ആം ഫ്രം വെസ്റ്റ് ബംഗാൾ. My name is Margi and I am from Arunachal Pradesh. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതേപോലെ എല്ലാവരും ഉണ്ടായിട്ട് എല്ലാ ടൈപ്പിലുള്ള ഭാഷയും പഠിക്കാം, ഇംഗ്ലീഷും നന്നായിട്ട് പഠിക്കുകയും ചെയ്യാം. തമിഴ്നാട്ടിൽ നിന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ട്. പേര്? சாகு. സ്ഥലം? தமிழ்நாடு. എങ്ങനെയുണ്ട് കോളേജ്? காலேஜ் அடிப்பொலி. ஸ்டாஃப்ஸ் எல்லாமே ரொம்ப ஃப்ரெண்ட்லி. அதுக்கப்புறம் தமிழ்நாட்டில் இருக்க காலேஜ் வரைக்கும் இங்கே வந்துட்டு ரூல்ஸ் அண்ட் ரெகுலேஷன்ஸ் எல்லாம் ஓகே தான். ஃப்ரெண்ட்லி டைப்ஸ், டீச்சர்ஸ், സ്റ്റാഫ്സ്, ഓഫീസ് മെമ്പേഴ്സ് എല്ലാവരും അടിപൊളി. ഈ അടിപൊളി വർക്ക് ചെയ്തവരുടെ ഇപ്പോൾ നമുക്ക് ചോദിക്കാം. പേരെന്ത് വരുന്നത്? അനീറ്റ. അനീറ്റ, എവിടെ സ്ഥലം? പത്തനംതിട്ട. ഇതെങ്ങനെയാ ഈ വർക്ക് ചെയ്തത്? അത് ഞങ്ങൾ ഒരു ദിവസം ഇരുന്നപ്പോൾ സാറിനോട് വെച്ച് ഞങ്ങൾ ഇവിടെ പടമൊന്നുമില്ലായിരുന്നു, ചോദിച്ചു വരച്ചോട്ടെ എന്ന്. അപ്പോൾ സാറ് ഫുൾ സപ്പോർട്ടായിരുന്നു, വരച്ചോളാൻ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് വരച്ചത്. ഗംഭീരമായിട്ട് വരച്ച്. അത് ബാംഗ്ലൂർ കോളേജാന്ന് ആലോചിക്കണം. ശരിക്കും എങ്ങനെയുണ്ട് കോളേജ്? കോളേജ് നല്ല കോളേജാണ്. ഞങ്ങൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി തുടങ്ങിയതാണ് കൾച്ചറൽ വീക്കിന്. പക്ഷെ സാർ ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേനും സാറിനത് ഇഷ്ടപ്പെട്ടു. ഫുൾ വോള് വരച്ചോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ടൈമും തന്ന്. അങ്ങനെ ഞങ്ങളെല്ലാം അടിച്ച് തകർത്ത് ബുദ്ധനെയൊക്കെ ഉണ്ടാക്കിയത് അതിന്റെ മണ്ടയ്ക്ക് കുറെ കാര്യങ്ങളായി ചെയ്തിട്ടുണ്ട്. ശരിക്കും കേരളം വന്ന ഇവിടാണ് ഇഷ്ടം? കേരളമാണ് ഇവിടെ പഠിക്കാനായിട്ട് ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഞങ്ങൾക്ക്. പിന്നെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. പിന്നെ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സിറ്റുവേഷൻ അല്ലല്ലോ ഇവിടെ വരുമ്പം. അപ്പൊ നമുക്കൊന്ന് ഇൻഡിപെൻഡന്റ്ലി നമുക്കൊന്ന് സ്റ്റേബിൾ ആവാൻ പറ്റും. കുറെ വ്യത്യസ്തത്തിലുള്ള ആൾക്കാരെ പരിചയപ്പെടും, മനസ്സിലാക്കും. അതൊക്കെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്തിലുള്ള ആൾക്കാരുണ്ടായതുകൊണ്ട് എല്ലാ ഭാഷയും പഠിക്കാൻ പറ്റും. പറ്റും. ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കുന്നുണ്ട്? ഇംഗ്ലീഷ് ഞങ്ങൾക്ക് ഇവിടെ ഫാക്കൽറ്റീസ് നോർത്ത് ഇന്ത്യൻ ഫാക്കൽറ്റീസ് ആണ്. പിന്നെ ഇവിടെ കന്നഡക്കാരൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. നിങ്ങൾക്ക് ഏത് രാജ്യത്ത് പോയാലും അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറയാം, അല്ലയോ? എങ്ങനെയുണ്ട് ഇവിടെ? അടിപൊളി. അടിപൊളി. എവിടെ സ്ഥലം? എവിടെ? പത്തനംതിട്ട. പേരെന്തുവാ? ദേവാഞ്ജലി. ദേവാഞ്ജലി. എങ്ങനെയുണ്ട് കേരളവും ഇവിടെ തമ്മിലുള്ള കാലാവസ്ഥ? എങ്ങനെയുണ്ട്? അടിപൊളി. ഇവിടുത്തെ കാലാവസ്ഥയാണ്. നമ്മളിവിടെ ചൂട് ഭയങ്കരമല്ലയോ? ഇവിടെ എപ്പോഴും നല്ല കാലാവസ്ഥ. എങ്ങനെയുണ്ട്? നല്ലതാ. അടിപൊളിയാ. ശരിക്കും നമ്മുടെ ആ ഒരു വീട്ടിലൊക്കെ നിൽക്കുന്ന സ്വാതന്ത്ര്യം എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, അല്ലയോ? എല്ലാ കാര്യങ്ങളും ഉണ്ട്. അടുത്ത 2 പേരെ പരിചയപ്പെടാം. നെയിം? അനീറ്റ. സ്ഥലം? പ്ലേസ്? അസം. അസം. ലീറ്റർ ഫ്രം അരുണാചൽ. ശരിക്കും നിങ്ങൾ ഭാഷ പഠിക്കാറുണ്ടോ ഇവരുടെ? ഞങ്ങൾ ഭാഷ പഠിക്കാറുണ്ട്. ഇവരോട് ഞങ്ങൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. പിന്നെ ഹിന്ദി കുറച്ച് വരും. അതേപോലെ തന്നെ ഇവരും ഞങ്ങളുടെ കൂടെ നിന്ന് മലയാളം പഠിച്ച്. അനീറ്റ കഴിച്ചോ? കഴിച്ചു. മലയാളം തന്നെ പറഞ്ഞു. അപ്പൊ ഇവര് മലയാളം പഠിക്കുന്നുണ്ട്, നിങ്ങള് ഇവരുടെ ഭാഷ നിങ്ങൾ പഠിക്കുന്നുണ്ട്. പേരെന്ത് വരുന്നത്? മെൽവിൻ. സ്ഥലം എവിടാ? സ്ഥലം കണ്ണൂർ. ശരിക്കും എങ്ങനെയുണ്ട് ഇവിടെ സ്പോർട്സ്? ശരിക്കും ഇവിടെ വെച്ചാൽ എല്ലാ ഇയർലി നമ്മൾ സ്പോർട്സ് ഡേ നടത്താറുണ്ട്. 4 ഹൗസായിട്ട് തിരിഞ്ഞിട്ട് മത്സരങ്ങളെല്ലാം നടത്താറുണ്ട്. പിന്നെ ഇന്റർ കോളേജിന് എല്ലാവരും പോകാറുണ്ട്. ഒന്നാമത്തെ കാര്യം ഈ ശരി എല്ലാവരും മൊബൈലിൽ അഡിക്റ്റ് ആയിട്ടോണ്ടിരിക്കുക. അപ്പൊ ആ ടൈമിൽ നമ്മുടെയൊക്കെ ഈ സ്പോർട്സ് ആകുമ്പോൾ നമുക്ക് ആരോഗ്യമായിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആവുന്നുണ്ട്. പേരെന്ത് വരുന്നത്? ആൽവിൻ. സ്ഥലം ഇടുക്കി. എങ്ങനെയുണ്ട് സ്പോർട്സ്? സ്പോർട്സ് അടിപൊളിയാണ്. എല്ലാ സ്ഥലത്തും പോയി കളിക്കാറുണ്ടോ? ഇന്റർ കോളേജ് മാച്ചസ് ഒക്കെ വരുമ്പോൾ നമ്മളെ കൊണ്ടുപോകാറുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട്. എല്ലാം അടിപൊളിയല്ലേ? എല്ലാം അടിപൊളി. ശരിക്കും കേരളമാണോ ഇവിടാണോ ഇഷ്ടം? ഇപ്പം ഇവിടെയാണ് ഇഷ്ടം. ഇപ്പൊ ഇവിടെ ഇഷ്ടം. ടീച്ചർ എന്താ പരിപാടി ഇവിടെ?
സാർ ഇതാണ് നമ്മുടെ സ്റ്റുഡൻറ് കൗൺസിൽ. അതായത് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് ഇവരെ. ഇപ്പോൾ സ്റ്റുഡൻസിന് നമ്മുടെ അടുത്ത് എന്തെങ്കിലും കൺസേൺസ്, മാനേജ്മെന്റിൻ്റെതായിട്ടുള്ള കൺസേൺസ് ഉണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഇവിടെ കൊണ്ടുവരണമെങ്കിലും ഈ കൗൺസിലാണ് നമ്മളെ മീറ്റ് ചെയ്യുന്നത്. ആൾക്കാരെ അതെ അതെ അതെ. നമുക്ക് കോളേജ് ലീഡർ ഉണ്ട്, ഹെഡ് ബോയ് ഹെഡ് ഗേൾ ഉണ്ട്, പിന്നെ നമുക്ക് ഡിസിപ്ലിൻ ലീഡേഴ്സ് ഉണ്ട്, ഫുഡ് ലീഡേഴ്സ് ഉണ്ട്, ഹെൽത്ത്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഓരോ ലീഡേഴ്സ് ഉണ്ട്. ഇവിടുത്തെ പ്രാർത്ഥനയൊക്കെ നമ്മൾ എല്ലാ സൺഡേയിലും നമുക്ക് ഇവിടെ പ്രെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. നമുക്ക് ഫിസിക്കലി മെന്റലി നമുക്ക് നല്ല സപ്പോർട്ടാണ് നമ്മുടെ മാനേജ്മെന്റ് പ്രെയറിനൊക്കെ. വീഡിയോ എല്ലാം കണ്ടു. ഈ കോളേജിലോട്ട് എങ്ങനെയാണ് എത്തേണ്ടത്? സാർ, ഇത് മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ മെട്രോ ഉണ്ട്. ആ മെട്രോയിൽ കയറിയാൽ നേരിട്ട് നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ മെട്രോ വരെ. ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞാൽ മെട്രോയാണ്, അവിടുന്ന് അടുത്ത് തന്നെ. അതെ, ഒരു 50 മീറ്ററേ ഉള്ളൂ, അതിൽ ഒന്നുമില്ല. അതുകൊണ്ട് എവിടെ നിന്ന് വരുന്ന ആൾക്കാരാന്ന് പറഞ്ഞാലും വളരെ എളുപ്പത്തിൽ നമ്മുടെ കോളേജിലേക്ക് എത്താൻ സാധിക്കും. അതാണ് നമ്മുടെ കോളേജിന്റെ ഒരു ഹൈലൈറ്റ്. നമ്മുടെ ട്രെയിൻ സൗകര്യം ഇവിടുന്ന് നമുക്ക് യശ്വന്തപുരം റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള 4 കിലോമീറ്ററേ ഉള്ളൂ. അവിടുന്ന് നമുക്ക് ഗരീബ് രഥ് ട്രെയിൻ ഉണ്ട്, അതുപോലെ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അവിടെ നിന്ന് ഐലൻഡ് എക്സ്പ്രസ് ഉണ്ട്. അങ്ങനെ പല ട്രെയിനുകളിൽ സൗകര്യങ്ങളുണ്ട്. അതോടൊപ്പം 20-25 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് എയറോട്രാമും ഉണ്ട്. അതുകൊണ്ട് എയർപോർട്ടിന്റെ സൗകര്യങ്ങൾ നല്ലതായിട്ടുണ്ട്. അതുകൊണ്ട് റീച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോഴത്തെ കാലഘട്ടമൊക്കെ നമുക്കറിയാമല്ലോ, 1500-2000 രൂപ എടുത്താൽ കൊച്ചിയിൽ എത്താവുന്ന ഫെസിലിറ്റീസ് വരെ ഉള്ളത്. ബാംഗ്ലൂർ ടു കൊച്ചി കണക്ടിവിറ്റി ഭയങ്കരമാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിമിഷ നേരം കൊണ്ട് നമുക്ക് നാട്ടിലെത്താനൊക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജിലേക്ക് എത്താനുള്ള എല്ലാ സൗകര്യവും നമ്മുടെ കോളേജിലുണ്ട്. കൂടാതെ വീഡിയോയിലെ നമ്പറുണ്ട്, കമന്റ് ബോക്സിൽ നമ്പറുണ്ട്, വിളിച്ചാൽ മതി.